Good morning to all. Kerala University College of Teacher Education, Kumarapuram, Thiruvananthapuram. ആറാമത്തെ വെബിനാർ ഓൺലൈൻ ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ടൂൾസ് എന്ന വിഷയാവതരണത്തിൽ നമ്മളോടൊപ്പമുള്ള ഡോക്ടർ ജോർജ് വർഗീസ് സാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, മൗണ്ട് ടാബൂർ ട്രെയിനിങ് കോളേജ് പത്തനാപുരം. സാറിന്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എഡ്യൂക്കേഷൻ റിസർച്ച്, എഡ്യൂക്കേഷൻ ഫിലോസഫി, എഡ്യൂക്കേഷൻ സോഷ്യോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജി, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. സാർ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒത്തിരി പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കോർ ഗ്രൂപ്പ് മെമ്പർ, റീസ്ട്രക്ചറിംഗ് ഓൾ കേരള BEd 2-year പ്രോഗ്രാം, കോർ കമ്മിറ്റി മെമ്പർ, കേരള യൂണിവേഴ്സിറ്റി കരിക്കുലം റിവിഷൻ 2013, കേരള യൂണിവേഴ്സിറ്റി BEd ഡിഗ്രി എക്സാമിനേഷൻ 2000 കേരള യൂണിവേഴ്സിറ്റി തന്നെ ഫസ്റ്റ് റാങ്ക് ലഭിച്ചിട്ടുണ്ട് സാറിന്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ MEd ഡിഗ്രി എക്സാമിനേഷൻ 2001 തേർഡ് റാങ്ക് ലഭിച്ചിട്ടുണ്ട് സാറിന്. സാറ് നമ്മുടെ കോളേജുമായിട്ട് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറ്. പ്രത്യേകിച്ച് സാറ് നമ്മുടെ കോളേജിൽ ഇന്നത്തെ ഈ വെബിനാറിന് വിഷയാവതരണത്തിന് എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാറിനെ ഞാൻ നമ്മുടെ KUCTയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ താങ്ക്സ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന നമ്മുടെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് ഇന്നത്തെ ഈ വെബിനാർ അവതരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, sir. Most respected and ഏറ്റവും നല്ല ഒരു സുഹൃത്തുമായ പ്രിൻസിപ്പൽ സുനിത് സാറ്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുനിത് സാറ് ഇങ്ങനൊരു ഓൺലൈൻ വെബിനാർ ചെയ്യണമെന്ന് പറഞ്ഞപ്പം തന്നെ മറ്റു പലരും വിളിക്കുമ്പോൾ ഉള്ള ആ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ തന്നെ ഞാൻ അന്നേരം തന്നെ സാറിനോട് ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഈ കോവിഡ് വന്നപ്പോഴാണ് കേരളത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ. Am I audible? Yes, sir. Okay. Audible. Okay. Yeah, fine. ഓൺലൈൻ ലേണിങ്ങിനെ പറ്റിയും ലേണിംഗ് ടൂൾസിനെ പറ്റിയും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത്, ഒരു 4 വർഷം മുമ്പ് സാറ് കായംകുളം സെന്ററിന്റെ പ്രിൻസിപ്പളായിട്ടിരുന്നപ്പോൾ എന്നെ അവിടെ വിളിച്ച് അവിടുത്തെ ടീച്ചേഴ്സിന് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഓൺലൈൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ പലയിടത്തും ഇതേവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ അത്രത്തോളം ഒരു ഫോർസൈറ്റ് ഉള്ള സ്റ്റുഡൻസിനും കൂടെയുള്ള ടീച്ചേഴ്സിനും ഏറ്റവും നല്ല റിസോഴ്സസ് അവൈലബിൾ ആക്കണമെന്ന് വളരെ നിർബന്ധത്തോടുകൂടി മുന്നോട്ട് ഇനിഷ്യേഷൻ എടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ആൻഡ് ലെറ്റ് മി ടെൽ യു വൺ തിങ്, സ്റ്റുഡൻസ്, യു ആർ വെരി ലക്കി. എല്ലാ കോളേജസിലും നടക്കുന്ന പ്രോഗ്രാം, കോവിഡിന്റെ ടൈമിലുള്ള പ്രോഗ്രാം ഞാനിങ്ങനെ ഒന്ന് സ്ക്രീൻ ചെയ്യാറുണ്ട്. നിങ്ങളുടെ കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടി നടന്നിട്ടുള്ള അത്രയും വെബിനാർസ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള മൊത്തം കോളേജുകളോട് എടുത്താൽ പോലും വരത്തില്ല എന്നുള്ളതാണ്. ആൻഡ് യു ആർ വെരി ലക്കി. മൈ റെസ്പെക്ട്സ് ടു ഓൾ മൈ ടീച്ചേഴ്സ്. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളുടെ കോളേജിലെ കുമാരപുരം സെന്ററിൽ സാറ് വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും സ്റ്റുഡൻസിന് ടെക്നോളജിയുടെ വേരിയസ് ആസ്പെക്ട്സ് എടുത്തു കൊടുക്കാൻ സാറിനെ വിളിക്കാറുണ്ടായിരുന്നു. എനിവേ, താങ്ക്സ് എ ലോട്ട് സർ ഫോർ പ്രൊവൈഡിങ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. ഒത്തിരി നന്ദിയുണ്ട് സാറിനോടും സാറിന്റെ ടീമിനോടും. ആൻഡ് ലവ്ലി സ്റ്റുഡൻസ് ടു. അപ്പം ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്, ഞാൻ നോർമലി ഇത് ചെയ്യുന്നത്, വിനു എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ വി ആർ ഫോഴ്സ്ഡ് ടു ഗോ ഓൺലൈൻ. അപ്പൊ ആ ഒരു ഓൺലൈൻ ആസ്പെക്ട്സിലേക്ക് പോകുമ്പോൾ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ഞാൻ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നില്ല. ഐ ബി ഡീലിംഗ് വിത്ത് ദി പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. നിങ്ങൾക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ സാധിക്കും, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ച് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ സാധിക്കും, അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് തരുന്നത്. നിങ്ങൾ പലരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, മെജോറിറ്റി മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്സും മൊബൈലിലും ചെയ്യാൻ ഒക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങൾ സൂമിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റിയും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇപ്പൊ എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ യു ജോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ഇറ്റ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്.
വിൽ ബി ഡീലിംഗ് വിത്ത് വേരിയസ് ടൂൾസ്. ഗൂഗിൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ടൂൾസിനെ പറ്റി പോലും അവെയർ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കുറച്ചൊക്കെ ഒരു വളരെ കുറച്ച് ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അറിയാമെങ്കിൽ 100% ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞുതരാം. അറിയത്തില്ല എങ്കിൽ അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഞാൻ സുനിൽ സാറിനെ പിന്നീട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൺലൈൻ ലേണിംഗ്, ഇ ലേണിംഗ് എല്ലാം നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോണിക് ലേണിംഗ്, ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിമ്പിൾ, നത്തിങ് ബട്ട് ലേണിംഗ് ഫെസിലിറ്റേറ്റഡ്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ആ ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള ഒരു ആസ്പെക്ട് വന്നിട്ടുണ്ട്. സോ നൗ ഇൻ ദിസ് പ്രസന്റ് സിനാരിയോ, ഈ ഒരു പാൻഡമിക്കിന്റെ സിനാരിയോയില് all that you can do is you facilitate the environment for the student learning. ഇപ്പൊ ഇ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഫെസിലിറ്റേറ്റഡ് ആൻഡ് സപ്പോർട്ടഡ് through the use of information and communication technology. ഇവിടെ the learner interacts with information, constructs knowledge and acquire learning experience with the help of online digital tools. ഇവിടെ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചില ബ്ലൂംസ് റിവൈസ് ടാക്സോണമിയിൽ നമുക്കറിയാം ഒരു പുതിയ കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ദാറ്റ് ഇസ് ക്രിയേറ്റ്. Because ultimately the aim of any system of education should be to create. And we are living in a knowledge society. But knowledge acquisition അല്ലെങ്കിൽ knowledge assimilation മാത്രമല്ല, you'll have to create new knowledge. ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കാനോടുള്ള ഒരു ആസ്പെക്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓൺലൈൻ ഇ ലേണിംഗിൽ കൂടി നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തൊക്കെ ടൂൾസ് ഈ ഒരു ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതുകൊണ്ടാണ്. 2 ടൈപ്പ് ഓഫ് ഓൺലൈൻ ലേണിംഗ് ആണുള്ളത്. അതിൽ ഒരു ടൈപ്പാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്. ഒരു ടൈപ്പ് നോർമലി നമ്മൾ മൂഡിൽ വഴിയൊക്കെ ചെയ്യാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് സിൻക്രണസ് ഇ ലേണിംഗ്. ഇവിടെ when all the participants simultaneously log into the course, learn through video conferencing and chat is known as synchronous e-learning. ഇത് പലപ്പോഴും നേരത്തെ തിയറി പറയുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് യു ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ദ പാസ്റ്റ് 1 week. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ ടെക്നോളജിക്കൽ ഡിവൈസസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഒരേ സമയത്ത്, ടൈം ഫിക്സ്ഡ് ആണ്, ടോപ്പിക് ഫിക്സ്ഡ് ആണ്, അങ്ങനെ ഒരു ഇതിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ സിൻക്രണസ് ഇ ലേണിംഗ്. വേറൊരു സിസ്റ്റമാണ് അസിൻക്രണസ് ഇ ലേണിംഗ്. അതായത് ഈ ഇ ലേണിംഗിൽ കണ്ടന്റ് വുഡ് ബി പ്രൊവൈഡഡ് ടു ദ സ്റ്റുഡൻസ്. അവർക്ക് ഫ്രീഡം ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ആ കണ്ടന്റ് എടുത്ത് അത് പഠിച്ച് അതിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ഇവിടെ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് യു കോൾ ഇറ്റ് ആസ് ദി അസിൻക്രണസ് ഇ ലേണിംഗ്. സിൻക്രണസ് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ഒരുമിച്ച് നിങ്ങൾ ബാക്കി എല്ലാ ജോലികളും മാറ്റി അവിടെ വന്ന് ഇരിക്കണം. ഇറ്റ് ഇസ് നോട്ട് സെൽഫ് പേസ്ഡ്, ഇറ്റ് ഇസ് നോട്ട് സെൽഫ് ടൈംഡ്. എന്നാൽ അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം സാർ അത് ചെയ്തു തരുന്നുണ്ട്. സാർ സിൻക്രണസ് ഇ ലേണിംഗ് ആണ് പ്ലാറ്റ്ഫോമാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിലും ഒരു അസിൻക്രണസ് ഇ ലേണിംഗ് ഇതൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബിക്കോസ് അത് യൂട്യൂബിൽ സാർ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്താൽ പോലും ഈസ് മേഡ് ഷുവർ ദാറ്റ് നിങ്ങൾ ആ ഒരു ക്ലാസ് മിസ് ചെയ്യല്ലെന്നുള്ളത് കൊണ്ടാണ് സാർ അത് അസിൻക്രണസ് വേർഷനിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള 2 ടൈപ്പ് ഓഫ് ഇ ലേണിംഗ് ആണ് മെയിൻ ആയിട്ട് ഇന്ന് ഇതിലുള്ളത്. അതിൽ ഇ ലേണിംഗ് പോസിബിൾ ആക്കാനായിട്ട് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഇതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗൂഗിൾ. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ എല്ലാ ജിമെയിൽ, ഗൂഗിളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഗൂഗിളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഈ കാണുന്ന ആപ്ലിക്കേഷൻസിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ഒന്നുകൂടെ. ഓക്കെ, ജിമെയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല ആപ്സും നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് ഗൂഗിൾ ഡോക്സ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം, അതിലേക്ക് പോകാം. നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലിന്റെ സൈഡിൽ വരുന്ന ഒരു 9 ഡോട്ട്സ് കാണും. ഈ ഒരു ഡോട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ മൈ ഡ്രൈവിൽ പോവുക, അതിൻ്റെ അകത്ത് ഗൂഗിൾ ഡോക്സ് എടുക്കുക. ഇതിൻ്റെ അകത്ത് ഒരു പുതിയ ഡോക്യുമെന്റ് നിങ്ങൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഗൂഗിൾ ഡ്രൈവിൽ പോയി ഗൂഗിൾ ഡോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഡോക്സിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് ടൂൾസിൻ്റെ അകത്ത് യു ഹാവ് സംതിങ് കോൾഡ് ദി വോയിസ് ടൈപ്പിംഗ്. നിങ്ങൾ സാധാരണ നിങ്ങളുടെ അസൈൻമെന്റ്സ്, നിങ്ങളുടെ നോട്ടുകളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? നിങ്ങൾ കൈകൊണ്ട് ടൈപ്പ് ചെയ്യാണ്. എന്തും വേണ്ടി ടൈം നിങ്ങൾ അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിങ്ങിൽ കൂടി ഇവിടെ നിങ്ങൾ വോയിസ് ടൈപ്പിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് ഓപ്പൺ ആണ്. സോ യു ക്യാൻ സ്റ്റാർട്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ, education is the manifestation of the perfection already in man. നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. ബൈ എഡ്യൂക്കേഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ പറയുന്നതെല്ലാം അതിൻ്റെ അകത്ത് വരും. ഐ എം സോറി. ബൈ എഡ്യൂക്കേഷൻ ചിലപ്പോൾ നമ്മളുടെ ഇത് ക്ലിയർ ആയിട്ട് ഇത് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് അവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇപ്പൊ പലർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റുഡൻസും പറയുന്ന, അതായത് പ്രത്യേകിച്ച് പല കോളേജിലെയും സ്റ്റുഡൻസ് മിക്കവാറും എന്നെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു ആസ്പെക്ട് ആണ്, സാറേ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ സ്പീക്കറിന്റെ മുകളിലുള്ള ഐക്കണിൽ ഇവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജസും അവിടെ കിട്ടും. അപ്പൊ അതിൻ്റെ അകത്ത് മലയാളം എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നിങ്ങൾ സ്പീക്കർ ഓൺ ചെയ്യുക. എൻ്റെ മലയാളം. ഞാൻ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കുമാരപുരത്ത് ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണ്. അപ്പം ദിസ് ഇസ് ഹൗ. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഇതില് നമുക്ക് വോയിസിൽ കൂടി തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു ആസ്പെക്ട് ഇതിപ്പം നിങ്ങളിപ്പം തോന്നുന്നുണ്ട് ഇത് ഇച്ചിരി സ്ലോ ആണെന്ന്. ഇത് സ്ലോ ആണുള്ള കാരണം നമ്മൾ ഇത്രയും പേരും വീഡിയോ സ്ട്രീമിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെറ്റ് ഓട്ടോമാറ്റിക്കലി സ്ലൈറ്റ്ലി ഒന്ന് ഇത് ഡ്രെയിൻ ചെയ്യുന്നതിന്റെ ഒരു സ്ലോനെസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ നോർമലി മറ്റിതൊന്നും ഓൺ ചെയ്യാതെ ഇതിൽ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോട്ടോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അതിലുപരി ഇതിൻ്റെ അകത്ത് വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഗൂഗിൾ ഡോക്സിന്റെ അകത്ത് തന്നെ എഡിറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ ഡോക്സിൽ നിന്ന് ഇത് അവസാനം നമുക്ക് കോപ്പി ചെയ്ത് വേർഡ് ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവന്ന് ഇത് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കാനും എല്ലാം സാധിക്കുമെന്നുള്ളതാണ് ഗൂഗിൾ ഡോക്കിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? എല്ലാവരും മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. Somebody, can you, am I audible? Yes, sir. Is it clear? Yeah. Okay. Doubts ഒന്നും ഇല്ലല്ലോ? No, sir. Okay. So you go to Google Docs, you take from tools, you take voice typing, and then you just speak so that the whole thing would be typed. ഇനിയിപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന വേറൊരു ഇത് വെച്ചാൽ അടുത്ത ഒരു പിന്നെ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് സ്മോൾ PDF. അതായത് ഇത് നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദർ ആർ നമ്പർ ഓഫ് പ്ലാറ്റ്ഫോം, സ്മോൾ PDF, ഐ ലവ് PDF. ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് ഫ്രീ ആയിട്ട് വേർഡ് PDF-ലേക്കും JPEG PDF-ലേക്കും PDF JPEG-ലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഫ്രീ ആണ്. ഇത് ഓൺലൈനിലാണ്. യു ക്യാൻ റൈറ്റ് സ്മോൾ PDF. സ്മോൾ PDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾ യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ഫോർ ഫ്രീ ട്രയൽ. ഫ്രീ ട്രയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യു ഹാവ് ടു ലോഗിൻ ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ 14 days. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചുമ്മാ ഇവിടെ ഏത് വേണമെങ്കിലും യു ക്യാൻ കംപ്രസ് PDF, യു ക്യാൻ PDF കൺവേർട്ടേഴ്സ് ഉണ്ട്, പവർ പോയിന്റ് ടു PDF, PDF ടു PPT, ഏത് രീതി JPEG ടു PDF, ഇങ്ങനെയുള്ള ഏത് ഇതിൽ നിന്നും ഏത് ഫോമാറ്റിൽ നിന്നും മറ്റൊരു ഫോമാറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരിതാണ് ഏത് സ്മോൾ PDF. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ വേർഡ് ടു PDF അത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഒരു വേർഡ് ഡോക്യുമെന്റ് PDF ആയിട്ട് നമുക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേർഡ് ടു PDF ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വേർഡ് ടു PDF ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ റീച്ച് അനദർ പേജ് വേർ യു ഹാവ് ടു ചൂസ് ദ ഫയൽ. അപ്പൊ നിങ്ങളുടെ ഏത് വേർഡ് ഫയൽ ആണോ നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് എവിടെയാണോ സിസ്റ്റത്തിൽ കിടക്കുന്നത് അത് സെലക്ട് ചെയ്ത്, ഇപ്പൊ ഞാനിപ്പോ മൂഡിൽ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ഇത് വെറുതെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ ഗിവ് ഓപ്പൺ. ഓട്ടോമാറ്റിക്കലി ആ ഒരു വേർഡ് ഡോക്യുമെന്റ് അവിടെ അപ്ലോഡഡ് ആവും. അത് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പം അതൊരു PDF ആയിട്ട് മാറി. നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ ഇത് എഡിറ്റബിൾ അല്ല, ഇത് PDF ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വേർഡ് PDF ആയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കുന്ന ഒരു സാധനം മറ്റൊരാൾ എഡിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കണം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പം സ്മോൾ PDF വെച്ച് യു ക്യാൻ കൺവേർട്ട് വേർഡ് ടു PDF, PDF ടു വേർഡ്, JPEG ടു PDF, PPT ടു PDF, ഏത് ഫോമാറ്റ് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഒക്കുന്ന ഒരിതാണ് സ്മോൾ PDF. ഇതെന്തിനാണ് ഈ സ്മോൾ PDF പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ സ്മോൾ PDF എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടി, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമേജ് ആണ് കിട്ടിയത്. ആ ഒരു പേജിന്റെ ഒരു ഇമേജ് ആണ് കിട്ടിയത്. ആ ഇമേജ് നമുക്ക് ഒരു എഡിറ്റബിൾ ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ നോക്കും? ഒരു ഉത്തരവും ഇല്ല. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ്. യാ, ഓക്കെ. അവിടെ നമ്മൾ മൈ ഡ്രൈവിൽ പോവുക. ഗൂഗിൾ ഡ്രൈവ്, മൈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൽ പോവുക. അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പുതിയ വേർഡോ ഇതോ എന്തോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് വെച്ച് നമ്മൾ യു ക്യാൻ അപ്ലോഡ്. ആ ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ
ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് ഒരു ഇതുപോലെ ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കിട്ടിയത്. എന്നുവെച്ചാൽ ഹിന്ദി, സംസ്കൃതം, അറബിക് ഒക്കെ ഉള്ള പ്രോബ്ലം ഇതാണ്. അവർ പലപ്പോഴും ഇത് ഇമേജസ് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇതൊരു ഇമേജ് ആണ്, ജെപെഗ് ഒരു ഇമേജ് ആണ്. അപ്പൊ ഈ ഇമേജ് നമുക്ക് നമ്മളുടെ ഇതായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും സാധിക്കുമോ? ഇത് ഇമേജ് ആണ്, നിങ്ങൾക്ക് നോക്കി അറിയാം, നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒക്കത്തില്ല. അപ്പം വാട്ട് വി ഹാവ് ടു ഡു ഇസ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യു കൺവേർട്ട് ഇറ്റ്, ഇമേജ് ഡൗൺലോഡ് ചെയ്ത് യു കൺവേർട്ട് ഇറ്റ് ടു PDF. PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നിത, യോ മൈക്രോഫോൺ ഇസ് മ്യൂട്ടഡ്. നിത പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. You're not audible. Yeah, okay. അപ്പം എനിവേ, അപ്പം ഇതിനെ നമ്മൾ PDF-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൽ അതിനെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഓപ്പൺ വിത്ത് PDF അപ്ലോഡ് ചെയ്തിട്ട് യു ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ്. യു ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ്. അപ്പൊ ഒരു ഇമേജ് എടുക്കുക, സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഇമേജ് എടുക്കുക, ഇമേജിനെ സ്മോൾ PDF വെച്ച് JPEG ടു PDF കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതാണ്ട് ഇവിടെ ഹിന്ദി കൺവേർട്ടഡ്, JPEG PDF കൺവേർട്ടഡ് ആണ്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നേരത്തെ കണ്ട ഇമേജിന്റെ എഡിറ്റഡ് ഫോം ഇവിടെ വന്നു എന്നുള്ളതാണ്. നേരത്തെ കണ്ട കാണാമല്ലോ, ഈ സെയിം സാധനത്തിന്റെ എഡിറ്റഡ് വേർഷൻ നമുക്ക് ഇവിടെ കിട്ടി. അങ്ങനെ നമുക്ക് ഏതൊരു ഇമേജും നമുക്ക് എഡിറ്റഡ് വേർഷനിലേക്ക് മാറ്റാൻ നോക്കുമെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ. മനസ്സിലായോ? Am I audible? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു അൺമ്യൂട്ട് യുവർ വീഡിയോ, യുവർ ഓഡിയോ ആൻഡ് ആസ്ക്. ഓക്കെ. അപ്പൊ ഇതിന് വേറൊരു ഗുണമുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ലാംഗ്വേജും അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ ചെറിയ പ്രോബ്ലംസ് നടക്കുകയാണ്. നമുക്കൊരു ഇന്ത്യൻ വേർഷൻ മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പത്രങ്ങൾ പറയുന്ന ഒരു വേർഷൻ മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. എന്നാൽ നോർത്ത് ഇന്ത്യ, ഇപ്പൊ നമ്മള് മലയാളത്തില് മലയാള മനോരമ അല്ലെങ്കിൽ ദേശാഭിമാനി അല്ലെങ്കിൽ മംഗളം, മാതൃഭൂമി ഇവരൊക്കെ പറയുന്ന വേർഷനെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വേർഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഹിന്ദിയിൽ അടിച്ച ന്യൂസ് പേപ്പർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ ഇമേജസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ ഇമേജസ് എന്ത് ചെയ്യണം? ആ ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ PDF ഗൂഗിൾ ഡോക്സ് വഴി ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങ് സെലക്ട് ചെയ്യുക. ഇതിപ്പോ പത്രത്തിലെ ആസ്പെക്ട്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞ് എവിടെ പോകണം? ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഹിന്ദി എനിക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇംഗ്ലീഷിലേക്കാണ് ബൈ ഡീഫോൾട്ട് ഇംഗ്ലീഷ് എന്നാണ് അത് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് വേണ്ട, നമുക്ക് മലയാളത്തിലാണ് അത് വേണ്ടുന്നതെങ്കിൽ യു ഗോ ഇൻ ഫോർ മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഹിന്ദിയുടെ ഇത് മൊത്തം മലയാളത്തിൽ വന്നാണ്ടോ. വിഷയം ജനറൽ ഹിന്ദി, സമയം 3 മണിക്കൂർ 15 മിനിറ്റ്, സംഖ്യ ദാറ്റ് ഇസ് മാർക്സ് 100, വിഭാഗം A, B 0 to 1, ഇതെല്ലാം മലയാളത്തില് വന്നത് കണ്ടോ. അപ്പൊ നമുക്ക് മറ്റ് ന്യൂസ് പേപ്പേഴ്സോ മറ്റ് ലാംഗ്വേജസോ വായിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ ഒക്കുന്ന ഒരു ആപ്പാണ് ഏത്? ഈ ഗൂഗിൾ
ഡോക്സ് എന്ന് പറയുന്ന ആപ്പ്. അപ്പം ഏത് ഇമേജ് കിട്ടിയാലും ഏത് ഫോമാറ്റിലാണെങ്കിലും യു കൺവേർട്ട് ഇറ്റ് ടു PDF, യു അപ്ലോഡ് ഇറ്റ് ഇൻ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ഇറ്റ് വിത്ത് ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ് ആകുമ്പോൾ നമുക്കൊരു എഡിറ്റബിൾ വേർഷൻ കിട്ടും. ആ എഡിറ്റബിൾ വേർഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ വേണ്ടുന്നത് ആ ലാംഗ്വേജിലേക്ക് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം അത് വെച്ച് നമുക്ക് ഏത് ലാംഗ്വേജസിലോട്ട് വേണേലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ നിങ്ങൾക്ക് കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലും ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് സാർ നേരത്തെ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ നമ്മളുടെ ഡിജിറ്റൽ ഡയറി, ഡിജിറ്റൽ ആൽബം, ഇതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഒക്കുന്ന ഒരു ആപ്പാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഫോട്ടോസിൽ നമ്മുടെ ബാക്കിൽ നമുക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്പാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അതിന് നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയി remove.bg എന്ന് പറഞ്ഞ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ remove.bg. എല്ലാവരുടെയും ബുക്കും പേനായും ഉണ്ടെങ്കിൽ നല്ലതാണ്. അവിടെ നമുക്ക് ഏത് ഇമേജിന്റെ ആണോ ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ടത്, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു കാറിന്റെ പുറകില് ഒരു വെസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ട് ആണ്, വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ഇമേജ് ആണ്. ഈ കാർ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടന്നു, അപ്പൊ നിങ്ങളുടെ ബാക്കിലെ ബാനർ ഇടയ്ക്ക് ഇളകി വീണു, അതിങ്ങനെ മടങ്ങി കിടക്കുകയാണ്. പക്ഷെ ആ ഫോട്ടോ നല്ലൊരു ഫോട്ടോ ആണ്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം വേണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ ഒക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ remove.bg എന്നുള്ള ഇതിൽ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ്, എന്നിട്ട് ഏത് ഇമേജ് ആണോ നമുക്ക് മാറ്റേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാറിന്റെ ഇമേജ് ആണ് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആവും. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആ കൂടി അപ്ലോഡ് കൊടുത്താൽ മതി, തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറിക്കോളും. ഇപ്പൊ കണ്ടോ, ഒരു കാറ് മാത്രമായിട്ട് വന്നു. ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് തുറന്നു നോക്കിക്കണ്ടോ, കാറ് മാത്രമായിട്ട് വന്നുണ്ടോ? Is it okay? Is it clear? Okay, very good. അപ്പം ഏത് ഇമേജസിന്റെ വേണമെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ഇത് ഡിജിറ്റൽ ഡയറി അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആപ്പാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു, ഫോട്ടോയുടെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് മോശമായി പോയി, നമുക്കത് മാറ്റണമെങ്കിൽ യു ക്യാൻ ഗോ ടു ദിസ് remove.bg. remove.bg എന്ന ഇത് നമുക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു റിമൂവ് യുവർ ബാക്ക്ഗ്രൗണ്ട്. ഇനി അടുത്തൊരു ആപ്പാണ് ഇത്. നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസിലൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഒക്കുന്ന ഒരു ആപ്പാണ്. ഇറ്റ് ഇസ് നോൺ ആസ് ദി Jamboard. Jamboard. ഇവിടെ എല്ലാം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒക്കുന്ന ആപ്പുകളെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഈ Jamboardും എവിടെ നിന്നാണ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവില് റൈറ്റ് സൈഡിൽ ഈ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്പ് എല്ലാം തന്നെ അവിടെ കിട്ടും. ഇവിടെ ഈ Jamboard ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി Jamboard എന്നുള്ള ഇതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഇസ് വേ ഗൂഗിൾ Jamboard. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട് റൈറ്റ് സൈഡ് താഴെ കാണാമല്ലോ. ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബ്ലാക്ക് ബോർഡ്. നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും, പ്രത്യേകിച്ച് മാത്സുകാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ സയൻസുകാർക്ക് പടമൊക്കെ വരയ്ക്കണമെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാം.
പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ജാംബോർഡ് ഓപ്പൺ ആയി വരും. ഇത് ഒരു വൈറ്റ് ബോർഡ് പോലാണ്. ഈ വൈറ്റ് ബോർഡ് വേണേൽ നമുക്ക് മാറ്റാം, ബ്ലാക്ക് ബോർഡ് ആക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ബോർഡ് ആക്കാം. ഏത് ബോർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ചാക്കാം. ഇതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സുകാർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഗ്രാഫ് വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നോക്കും. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. ഡോട്ട് പ്ലോട്ടിംഗ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഗ്രേ ബോർഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിന്റെ കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജാംബോർഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ജാംബോർഡ്, JAMBOARD, ജാംബോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡിൽ അതിന്റെ ടൂൾസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. യു ക്ലിക്ക് ഓൺ പെൻ, ക്ലിക്ക് ചെയ്യുക. പെന്നിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയ ആരോ ഉണ്ട്. ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് പെൻ വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് മാർക്കർ വേണോ, ബ്രഷ് വേണോ, ഏത് ടൈപ്പ് ഓഫ് പെൻ വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പെന്നിന്റെ കളർ ഡിസൈഡ് ചെയ്യാം. ഇപ്പം വൈറ്റ് ആണ് വേണ്ടിയെങ്കിൽ യു ടേക്ക് വൈറ്റ്, റെഡ് ആണ് വേണ്ടുന്നതെങ്കിൽ യു ടേക്ക് റെഡ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നതെല്ലാം ആ കളറിലായിരിക്കും വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് മൗസ് വെച്ച് എഴുതുമ്പം അത്ര പെർഫെക്റ്റ് ആവത്തില്ല. പക്ഷെ നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് ഫിംഗർ കൊണ്ട് തന്നെ എഴുതാം. ഫിംഗർ കൊണ്ട് എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇത് എഴുതാന് സാധിക്കും. കണ്ടോ? ഇങ്ങനെ ജാംബോർഡിൽ ഇത് ചെയ്യാം. ഇനിയിപ്പോ എഴുതിയ സാധനം നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഴുതിയത് അവിടുന്ന് പോകും. അതുപോലെ തന്നെ ചെറിയ പാർട്ട് മാത്രമാണ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഭാഗം തെറ്റിപ്പോയെങ്കിൽ എറേസർ എന്ന് പറഞ്ഞ ഈ റബ്ബർ എടുക്കാം. റബ്ബർ എടുത്ത് പതുക്കെ ഒന്ന് തുടച്ചു വിട്ടാൽ മതി. അത്രയും ഭാഗം അങ്ങ് തുടച്ചു. അപ്പൊ ഒന്നുകിൽ മൊത്തം ക്ലിയർ ഫ്രെയിം കൊടുക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ അത് നമുക്ക് എറേസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ ഇതിന് വേറൊരു ഗുണമുള്ളത്, നിങ്ങൾക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യാം. ഏത് ഇമേജ് ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത്, ഇപ്പൊ നമ്മൾ കാർ ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് അത് അതിലേക്ക് അപ്ലോഡഡ് ആവും. ആ ഇമേജ് നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിൽ, നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡിൽ സാധാരണ വരയ്ക്കാനേ ഒക്കത്തുള്ളൂ. പക്ഷെ ജാം ബോർഡിൽ നമുക്ക് ഇമേജസ് കൊണ്ടുവരാം. ഏത് സാധനം വേണേലും നമുക്ക് കൊണ്ടുവരാം. ഇനി ഈ ഇമേജിന്റെ തന്നെ ഒരു ഇതൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു ഇമേജ് കൂടെ നമുക്ക് അവിടെ വരും. വലുതാക്കാം, ചെറുതാക്കാം, ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ ഹൈലൈറ്റർ എന്ന് പറയും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതും കൊണ്ട് പതുക്കെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് മാർക്ക് അതിന്റെ ചുറ്റിനും വരും. അത് ഡിസപ്പിയർ ചെയ്യും, അത് വന്നങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഇത് ഹൈലൈറ്റ് ചെയ്യാനുള്ള മാർക്കറാണ്. പ്രത്യേകിച്ച് പവർ പോയിന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇത് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ ഹൈലൈറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന് ഒരു ആസ്പെക്ട് കൂടെ ഉണ്ട്, സ്റ്റിക്കി നോട്ട്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്കർ പോലെ ഹൈലൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഇതിന്റെ പാർട്സ് ആണ് പഠിപ്പിക്കുന്നത്, അപ്പൊ ബ്ലഡ് വെസൽസ് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. സെയിം കണ്ടോ? ഇത് അവിടെ ക്ലിയർ ആയിട്ട് വരും. അത് ഏത് പാർട്ട് എവിടെ വേണേലും കൊണ്ട് നമുക്ക് വെക്കാം. അപ്പൊ ഇത്രയുമാണ് ജാം ബോർഡ് എന്നുള്ളത്. ജാം ബോർഡ് ഇസ് സിമിലർ ടു യുവർ ബ്ലാക്ക് ബോർഡ്, where you can write, where you can insert image, you can add sticky notes and you have highlighter. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡ്, ചില മൊബൈലിൽ നിങ്ങൾ പവർ പോയിന്റ് ഉപയോഗിക്കുന്നെങ്കിൽ പവർ പോയിന്റിൽ നമുക്ക് ഇന്ററാക്റ്റീവ് ചെയ്യാൻ പാടാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നിങ്ങൾ ജാം ബോർഡ് എടുക്കുക, ജാം ബോർഡിൽ എഴുതി പോവുക. ഇതൊക്കെ ക്ലിയർ ആയോ? ഫേസ് ടു ഫേസ് അല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് ഉള്ളത് would give me an idea whether you have understood it or not.
ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു, നിത ഇപ്പൊ ചിരിച്ചോളം ചിരിച്ചു കാണിച്ചാലും മതിയാ. You have understood. Reba. Okay. Reba, your microphone is mute. എങ്കിലും you are trying to say something. Very good. It's okay. അതിന്റെ അകത്ത് ഇത് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പം ഈ ഇത്രയും ആസ്പെക്ട്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗൂഗിൾ ഡോക്സ് ഫോർ വോയിസ് ടൈപ്പിംഗ്, സ്മോൾ PDF ഫോർ കൺവേർട്ടിംഗ് ഇമേജ് ടു എഡിറ്റബിൾ കണ്ടന്റ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ. ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏതാ ഉപയോഗിക്കുന്നത്? ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുള്ള ഏത് ഇതാണ്? remove.bg. And then you have Jamboard എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? Jamboard എന്തിനാ ഉപയോഗിക്കുന്നത്? Blackboard use. Okay, fine. ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് പോഡ്കാസ്റ്റ്. എന്താണ് പോഡ്കാസ്റ്റ്? What is podcast? പോഡ്കാസ്റ്റ് എന്താണ്? ഹലോ കേൾക്കാം സർ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. Okay, a podcast is an audio clip which can be used for learning. ഇത് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ FM, ANCHOR FM. ആങ്കർ FM എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളത്. അപ്പം ഗൂഗിളിൽ പോയി ആങ്കർ FM എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ റീച്ച് a site where you can make your podcast. നിങ്ങൾക്ക് സിലബസിലുള്ളതാണ് പോഡ്കാസ്റ്റ് ക്രിയേഷൻ, വാട്ട്സ് എ പോഡ്കാസ്റ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ആങ്കർ FM, ANCHOR FM, ആങ്കർ FM. അതിൻ്റെ അകത്ത് മേക്ക് യുവർ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞതുണ്ട്. ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ആപ്പിൽ പോയാലും നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. യു ഹാവ് ടു സൈൻ അപ്പ്. അപ്പൊ ഇവിടെ മേക്ക് യുവർ പോഡ്കാസ്റ്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തതായതുകൊണ്ട് ദേ ലാസ്റ്റ് മീ ഫോർ ലോഗിൻ. അപ്പം നമ്മൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇതിലാണോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. സൈനപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാ ഇതിലും നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പൊ ആങ്കർ FM എടുക്കുക, നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആങ്കറിന്റെ ഡാഷ്ബോർഡിൽ എത്തും. ഇവിടെ ന്യൂ എപ്പിസോഡ് കാണാമല്ലോ. ന്യൂ എപ്പിസോഡ് എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ന്യൂ എപ്പിസോഡിൽ യു ക്യാൻ റെക്കോർഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, whether you allow Anchor to use your microphone. അത് അലോ ചെയ്യണം, എങ്കിൽ മാത്രമേ റെക്കോർഡഡ് ആവത്തുള്ളൂ. യു അലോ. എന്നിട്ട് ഇവിടെ നമ്മൾ റെഡി ആയിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് നൗ. അപ്പം സ്റ്റാർട്ട് റെക്കോർഡിംഗ് നൗ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ആങ്കർ FM-ൽ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളിപ്പോ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് എ ബ്ലോഗിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ യു ക്യാൻ ടെൽ ദം വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രിപ്പയർ എ ബ്ലോഗ്. ഫസ്റ്റ് യു ഹാവ് ടു സൈൻ അപ്പ് യൂസിങ് എ ഗൂഗിൾ അക്കൗണ്ട്, ആൻഡ് ദെൻ യു ഹാവ് ടു ഗോ ടു creation of the blog. You'll have to give the title of a blog, and then you'll have to post materials in the blog. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കുട്ടികളെ പറഞ്ഞു, അതായത് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് വേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഓൺലൈനിൽ ഇരുന്നിട്ട് കുട്ടികളെ എല്ലാം പഠിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കോളേജിലുള്ള ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ ഇതുപോലുള്ള പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ വീഡിയോ ഇതോ എടുത്ത് അവരുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ സ്റ്റുഡൻസിന് അവർക്ക് എന്റെ ക്ലാസ് അവിടെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ആപ്സിന്റെ ഒക്കെ പ്രയോജനം. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ ഇത് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സ്റ്റുഡൻസിന്
അയച്ചു കൊടുക്കുക. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് റെക്കോർഡാവും. ദെൻ യു ഗിവ് സ്റ്റോപ്പ് റെക്കോർഡിംഗ്. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ യു ഗിവ് സ്റ്റോപ്പ് റെക്കോർഡിംഗ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ അപ്ലോഡ് ആവും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സാധനം അവിടെ സേവ് ആവും. അത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യാൻ ഒരു ഇച്ചിരി ടൈം എടുക്കും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളോട് ഇപ്പോഴേ ഞാൻ പറയാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ പറയുന്ന സാധനത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെങ്കിൽ, നിങ്ങൾ പറയുന്നതിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് മ്യൂസിക്, ആഡ് ടു എപ്പിസോഡ്, ഈ ഒരു ആഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള സാധനത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കാണിച്ചാൽ അത് പ്രോസസ്സായി വരുന്നുണ്ട്. സ്ക്രീൻ കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ? കുറച്ചുപേര് ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിൻ്റെ അകത്ത് വരും. നമുക്ക് വേണമെന്ന് പ്രിവ്യൂ പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ ഏത് മ്യൂസിക് ആണോ വേണ്ടുന്നത് അതങ്ങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നെറ്റിന്റെ സ്പീഡിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഇച്ചിരി സ്ലോ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആൻഡ് ദെൻ യു ഗിവ് സേവ് എപ്പിസോഡ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേണം നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം, എന്തെങ്കിലും ഒരു ടൈറ്റിൽ. ഇപ്പൊ ട്രയൽ കൊടുത്തു, അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സീസൺ നമ്പർ വേണേ കൊടുക്കാം, എപ്പിസോഡ് നമ്പർ വേണേ കൊടുക്കാം, എപ്പിസോഡ് ടൈപ്പ് ഫുൾ ആണെങ്കിൽ ഫുൾ കൊടുക്കാം. എന്നിട്ട് ഫൈൻ. ഇതിന്റെ അകത്ത് പബ്ലിഷ് നൗ എന്നുവെച്ചാൽ ഇന്നെ ഈ ഫ്രീ ഇതിന്റെ എല്ലാം പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാക്സിമം ചെയ്യാൻ ഒക്കുന്ന നമ്പർ വളരെ കുറവായിരിക്കും. അപ്പൊ ട്രയൽ ചെയ്ത് ഇന്നത്തെ എന്റെ കോട്ട തീർന്നു. ഇല്ല എങ്കിൽ യു കെൻ ഗിവ് ഇറ്റ് ആസ് പബ്ലിഷ് നൗ. പബ്ലിഷ് നൗ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ഇതായിട്ട് പബ്ലിഷ് ചെയ്ത് വരും.
അപ്പം നിങ്ങൾ വ്യൂ പബ്ലിക് സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതേവരെ റെക്കോർഡ് ചെയ്ത എല്ലാ ഇതും അതിൻ്റെ അകത്ത് വരും. ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആ മെറ്റീരിയൽ അവിടെ വരും. ഇവിടെ 4 pillars of education എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്തൊരു സാധനമാണ്, അതവിടെ വരും. ഇത് നിങ്ങൾ സ്റ്റുഡൻസിന് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ URL കിട്ടും. ഈ URL കോപ്പി ചെയ്ത് സ്റ്റുഡൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഒരു ഓഡിയോ സെഷൻ കേൾക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആങ്കർ FM പോവുക, യു സൈൻ ഇൻ, യു റെക്കോർഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിൽ യു ആഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് ദെൻ യു പബ്ലിഷ്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഷെയർ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഈ URL കോപ്പി ചെയ്ത് നിങ്ങൾ സ്റ്റുഡൻസിന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിന് അത് പ്ലേ ചെയ്യാനുള്ള ഇത് അവർക്ക് കിട്ടും. അപ്പൊ ഓഡിയോ മെറ്റീരിയൽ കുട്ടികൾക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. സോ ദാറ്റ് ഇസ് വിത്ത് പോഡ്കാസ്റ്റ്. അപ്പൊ ഗൂഗിൾ ആപ്സ് നമ്മൾ നോക്കി, ഇനിയിപ്പം വീഡിയോ ഓഡിയോ നമ്മൾ നോക്കി. ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ സിലബസിൽ തന്നെ ഉള്ള ഒരു ആസ്പെക്ട് ആണ് ഫ്ലിപ്പ് യുവർ ഡിജിറ്റൽ ടെക്സ്റ്റ്, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക്. ഈ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് ഫ്ലിപ്പ് HTML5, ഫ്ലിപ്പ് HTML5, അതുപോലെ തന്നെ ജൂമാഗ്, ഇങ്ങനെ 2 ആസ്പെക്ട് ആണുള്ളത്. 2 ഈസി ആയിട്ടുള്ള 2 പ്ലാറ്റ്ഫോംസ് ആണുള്ളത്, ഫ്ലിപ്പ് HTML5ഉം ജൂമാഗും. ഇതിന്റെ രണ്ടിന്റെയും പ്രോസസ്സ് ഏകദേശം സെയിം ആണ്. ഒൺലി ഡിഫറൻസസ് ഫ്ലിപ്പ് HTML നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ജൂമാഗിലാണെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് സാധാരണഗതിയിൽ പടം മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഹയർ ലെവൽ, ഒരു ലെവലിലൂടെ ഹയറിൽ പോയിട്ട് നമുക്ക് ഓഡിയോയും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും കാണിക്കാനുള്ള ടൈം നമുക്കില്ല, അതുകൊണ്ട് ഒരെണ്ണം ജൂമാഗ് മാത്രം പെട്ടെന്നൊന്ന് കാണിച്ച് പോകാം. അപ്പം ഗൂഗിളിൽ കയറി യു ടൈപ്പ് ഇൻ ജൂമാഗ്, ജൂമാഗ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ വന്നോ? സ്ക്രീനിൽ ജൂമാഗ് വന്നോ? വന്നിട്ടുണ്ട് സർ. ഓക്കെ. അപ്പം ജൂമാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേര് നോർമൽ സൈനപ്പ് പോലെ തന്നെയാണ് ജൂമാഗിന്റെയും സൈനപ്പ്. അതിൻ്റെ അകത്ത് നിങ്ങൾ നേരത്തെ സൈൻ ഇൻ ചെയ്ത, നിങ്ങൾ സൈനപ്പ് ചെയ്ത ജിമെയിൽ ID, ഇതിനെല്ലാം ജിമെയിൽ ID ആണ് വേണ്ടുന്നത്. അത് വെച്ച് സൈനപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മാഗസിൻ ക്രിയേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്സ്റ്റ് ക്രിയേഷൻ സൈറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് എ കളക്ഷൻ, ക്രിയേറ്റ് എ കളക്ഷൻ എന്നുള്ള ഇതെല്ലാം നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പുതിയതായിട്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണത്തില്ല. ഇതിപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്ട് ഇത്രയും കാണുന്നത്. നിങ്ങൾക്ക് 1 or 2 ഇതേ കാണത്തുള്ളൂ. സോ യു വിൽ ഹാവ് ടു ക്ലിക്ക് ഓൺ ടു ക്രിയേറ്റ് എ കളക്ഷൻ. ക്രിയേറ്റ് എ കളക്ഷൻ, നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ നിങ്ങൾ ഏത് ടോപ്പിക് ആണോ എടുക്കുന്നത്, ഇപ്പൊ സെൽ ബയോളജി ആണെങ്കിൽ യു ടേക്ക് സെൽ ബയോളജി, ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ യു ടേക്ക് ഫിസിക്കൽ കെമിസ്ട്രി. ഇല്ലെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് എ ടോപ്പിക് ടു ടീച്ച് അബൌട്ട് ദി നൗൺസ് ഓഫ് വെർബ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ അവിടെ കൊടുക്കും. ഇവിടെ ഞാൻ ചുമ്മാ ഒരു ഇതായിട്ട് വെർച്വൽ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കുന്നു ആൻഡ് ഗിവ് ക്രിയേറ്റ് ദി കളക്ഷൻ. അപ്പൊ ആദ്യം ക്രിയേറ്റ് കളക്ഷൻ കൊടുക്കുക. ഒരു ഹെഡിങ് നിങ്ങളുടെ ബുക്കിന്റെ, ഇതൊരു ബുക്ക് പോലാണ്, ഡിജിറ്റൽ മാഗസിൻ ആണ്. അപ്പൊ അതിന്റെ പേര് നിങ്ങൾ അവിടെ കൊടുക്കുക. പേര് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു PDF ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെക്സ്റ്റ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇമേജസ്, ഇതെല്ലാം കൂടെ ഒരു ഇതിലാക്കി നിങ്ങൾ ഒരു PDF ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആ PDF നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജൂമാഗ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഏതെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ
എഡ്യൂക്കേഷൻ ഫോർ എ കൾച്ചർ ഓഫ് പീസ് എന്നുള്ളത് ഒരു PDF ഫയലാണ്. അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു PDF ഫയൽ അപ്ലോഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, ഇപ്പൊ ഒരു ഡോക്യുമെന്ററി ആണെങ്കിൽ ആ ഡോക്യുമെന്ററി എല്ലാം ചെയ്ത് അതൊരു PDF, അതായത് വേർഡ് ഡോക്യുമെന്റ്, വേർഡിൽ കയറി ഇപ്പൊ അതിൻ്റെ അകത്ത് ഇമേജസ് കൊടുക്കാം. വേർഡിൽ നിങ്ങൾക്ക് എന്ത് വേണേലും കൊടുക്കാം, മെറ്റീരിയൽ കൊടുക്കാം, ഇമേജസ് കൊടുക്കാം, ചാർട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ കൊടുത്തിട്ട് അതിനെ ഒരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുക. വേർഡിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇത് ഏതാ ഞാൻ പറഞ്ഞത്? യു കൻ ഐദർ യൂസ് സ്മോൾ PDF ഓർ ഐ ലവ് PDF. വേറെ ഇഷ്ടം പോലെ PDF കൺവേർട്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺവേർട്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരത്തില്ല. പർച്ചേസ് ചെയ്യാത്ത ഫ്രീ കൺവേർട്ടേഴ്സിന് എല്ലാം ഉള്ള ഒരു പ്രോബ്ലം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്മോൾ PDF-ന് 1 മണിക്കൂറിൽ 3 എണ്ണം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ, 3 ഫയലേ കൺവേർട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഫ്രീ ഇതിൽ ഉണ്ട്. അപ്പം ഇത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗിവൻ എ ക്രിയേറ്റ് പബ്ലിക്കേഷൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് ബുക്ക് നമുക്ക് അത് കഴിഞ്ഞ് മൈ പബ്ലിക്കേഷൻസിലേക്ക് പോവുക. വെർച്വൽ ലേണിംഗ് എന്നുള്ള അതവിടെ വന്നു. നമ്മൾ ആ കൂടി ഒരു PDF അപ്ലോഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ഒരു ബുക്കായിട്ട് അവിടെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കും, ഷെയർ ചെയ്യാൻ നോക്കും, ഏത് ആസ്പെക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ഒരു മാഗസിന്റെ രീതിയിൽ അത് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്ലൈഡ് ചെയ്താണ് പോകുന്നത്. ഒരു ബുക്കിന്റെ ലുക്ക് ഇതിന് ഇല്ല. ബൈ ഡീഫോൾട്ട് അവര് സ്ലൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉടനെ എഡിറ്റിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഡിയോ ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു ഓഡിയോയുടെ URL ഉണ്ടെങ്കിൽ കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ URL ഏതെങ്കിലും ഓഡിയോ കിടപ്പുണ്ടെങ്കിൽ ആ ഓഡിയോ കൊടുക്കുക. നെറ്റ് ഒരല്പം സ്ലോ ആണ്.
അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അപ്പോഴത്തേന് ഇത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് കാണിച്ചിട്ട് നമുക്ക് അപ്ലോഡിംഗ് ടേക്ക് സം ടൈം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡ് മാറ്റി ഫ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുക്ക്, ഒരു ഡിജിറ്റൽ ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് പോകുന്ന പോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് മാറും. അപ്പോൾ ജൂമാഗിൽ കയറുക, ജൂമാഗിലേക്ക് PDF പിന്നെ ഫ്ലാഷ് പ്ലെയർ വേണം. എന്നിട്ട് നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുക്ക് പോകുന്ന പോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ ആൽബം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡയറി നീങ്ങിക്കൊണ്ടേയിരിക്കും. തിരിച്ചു പോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇമേജസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഏത് ഇമേജസ് വേണേലും കൊടുക്കാം. അപ്പം ദിസ് മറ്റേ അപ്ലോഡ് ആയെന്ന് നമുക്ക് നോക്കാം. അല്ല, ഇത് അപ്ലോഡിംഗ് ആണ്, നെറ്റ് ഒരു ഇച്ചിരി സ്ലോ ആണ്. ഇപ്പം നോർമലി ഓഡിയോ അപ്ലോഡ് ആവും, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. ദിസ് ഹൗ യു ക്രിയേറ്റ് എ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് ഓർ ഡിജിറ്റൽ ആൽബം. അപ്പോൾ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ വിൽ ബിക്കം എ ഡിജിറ്റൽ ആൽബം, ഇല്ലെങ്കിൽ വിൽ ബിക്കം എ ഡിജിറ്റൽ ബുക്ക്. അപ്പോൾ അവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സുനിത് സാർ ഉണ്ടോ ലൈനിൽ? എത്ര മണി വരെയാണ് നമുക്ക്? സമയം എടുക്കാം സാർ, പ്രശ്നമില്ല. നമുക്ക് 12:45 വരെ നമുക്കുണ്ട് സൂം. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ സാർ? ഹലോ സാറിനെ കേൾക്കുന്നില്ല, ഒരു മിനിറ്റ്. ഹലോ സാർ, നമുക്ക് 12:45 വരെ നമുക്ക് സമയമുണ്ട് സൂമിന്റെ. കേൾക്കുന്നുണ്ടോ സാർ? ഹലോ 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 സാർ, കേൾക്കുന്നുണ്ടോ സാർ? ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട്. സാറിന്റെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പം വി ലുക്ക് ഇൻടു ഈ കണ്ടന്റ് ഡെവലപ്മെന്റ്. വളരെ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷനോട് എങ്ങനെയാണ് ഒരു ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയും കൂടെ ഒരു ഇതില്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലെൻഡ് സ്പേസ് BLEND SPACE ബ്ലെൻഡ് സ്പേസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ അകത്ത് ടീച്ച് വിത്ത് ബ്ലെൻഡ് സ്പേസ് അതിൽ ക്ലിക്ക് ചെയ്യുക. BLEND SPACE ബ്ലെൻഡ് സ്പേസ്. ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഐ ജസ്റ്റ് ലോഗിൻ.
ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്ക് വരും. ഈ പേജിൽ ന്യൂ ലെസൺ, അതായത് നിങ്ങൾ ഡിജിറ്റൽ ഈ ലേണിംഗ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിലബസിലുണ്ട്. അപ്പൊ അതിന് ബ്ലെൻഡ് സ്പേസ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലെത്തും, ഹോം പേജിൽ. അവിടെ നിങ്ങൾ ന്യൂ ലെസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ന്യൂ ലെസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ന്യൂ ലെസൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് റിസോഴ്സസ് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോഴ്സിന്റെ ആദ്യത്തേത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കോഴ്സിനെ പറ്റി പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദിസ് കോഴ്സസ് ഇസ് ഓൺ എഡ്യൂക്കേഷണൽ ഫിലോസഫി, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് 1 2 3 4, പിന്നെ അതിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് വേണമെങ്കിൽ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ ടു ദി കോഴ്സ്. അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ അവിടെ വരും. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് മറ്റ് റിസോഴ്സസ്, ഏത് റിസോഴ്സസ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓഡിയോ, വീഡിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ അപ്ലോഡ് മീഡിയ ഫയൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നേരത്തെ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിടക്കും. പുതിയൊരു സാധനമാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ചൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ടൈം എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരത്തെ കുറെ സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അതില് ഇപ്പം ഒരു മെറ്റീരിയൽ, ഒരു PDF നമ്മളങ്ങ് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു പാനലിൽ വരും. ഈ ഒരു പാനലിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഇതല്ല പുതിയൊരു മെറ്റീരിയൽ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ യു ചെക്ക് ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പാനലിൽ വരും. അത് അപ്ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫയൽ ആഡ് ചെയ്തു. ഇനി ഇപ്പൊ അതിന്റെ ഒരു പവർ പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതൊരു പവർ പോയിന്റ് ആണ്. ഈ പവർ പോയിന്റ് എടുത്ത് ഇവിടോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ആ വീഡിയോ എടുത്ത് ആഡ് ചെയ്യുക. നിങ്ങളുടെ ഈ ലേണിംഗ് ഈ കണ്ടന്റിന്റെ അകത്ത് നിങ്ങൾക്ക് ബ്ലാങ്ക് സ്പേസ് വഴി പോവുകയാണെങ്കിൽ PDF, മെറ്റീരിയൽ, പവർ പോയിന്റ് പ്രസന്റേഷൻ വേണേ പവർ പോയിന്റ് പ്രസന്റേഷൻ, വീഡിയോ വേണേ വീഡിയോ, ഏത് സാധനങ്ങൾ വേണേലും നിങ്ങൾക്ക് അതിന്റെ അകത്ത് കൊടുക്കാം. ഇനി ഒരു ഓഡിയോ റെക്കോർഡിംഗ് വേണം, ഓഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കൊടുക്കാം. ഇത് പിന്നെ ഈ ഓഡിയോ റെക്കോർഡിംഗ് എടുത്ത് ഇവിടോട്ട് അങ്ങ് പേസ്റ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ക്വിസ് കൊടുക്കണം. കുട്ടികൾക്ക് ഒരു ക്വിസ് കൊടുക്കണം. കുട്ടികൾ ഇതെല്ലാം കണ്ട് പഠിച്ചോ എന്നുള്ളതിനെ പറ്റി ഒരു ഇത് കൊടുക്കണമെങ്കിൽ ക്വിസ്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യു ക്യാൻ ആഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഇസ് എഡ്യൂക്കേഷൻ? അതിൻ്റെ അകത്ത് ഉത്തരം drawing out, വെറുതെ ചെറിയ ഓപ്ഷൻസ് വരുന്നുള്ളൂ. putting in. ഈ രണ്ടെണ്ണത്തില് ഏതാണ് ബെസ്റ്റ് ആൻസർ? ഡ്രോയിങ് ഔട്ട്. അപ്പൊ അത് സെലക്ട് ചെയ്യുക. ഇനി അഥവാ നിങ്ങളുടെ പുട്ടിംഗ് ഇൻ ആണ് ബെസ്റ്റ് ആൻസർ എങ്കിൽ അത് സെലക്ട് ചെയ്യുക, ബിക്കോസ് ദാറ്റ് വുഡ് ബി കൺസിഡർഡ് ആസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഡ്രോയിങ് ഔട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ യു ആഡ് ക്വസ്റ്റ്യൻ. അപ്പം
is the manifestation. ബാക്കി ഇവിടെ കിടന്നിട്ട് ആരാ പറഞ്ഞെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഗാന്ധി എന്ന് കൊടുക്കുന്നു. ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ. ഇതിന്റെ അകത്ത് റൈറ്റ് ആൻസർ ഏതാണ്? സ്വാമി വിവേകാനന്ദ. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇവിടെ ഒരു ബ്ലാങ്ക് ആൻസർ കിടന്നുകൊണ്ടാണ് അങ്ങനെ ഇത് കാണിച്ചത്. ബ്ലാങ്ക് ഒന്നുമില്ല. യു ഗിവ് ഡൺ. അപ്പൊ ക്വിസും വന്നു. ഇനി ഇത് കഴിഞ്ഞ് യു ജസ്റ്റ് പ്ലേ ദിസ്. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ കണ്ടന്റ് റെഡിയായി. ഫസ്റ്റ് പേജ് വന്നു. കോഴ്സ് എന്തിനെ പറ്റിയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മെറ്റീരിയൽ എന്താണ്. അടുത്ത ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് അത് ഒരു ടെസ്റ്റ് ആണ്. അത് എടുത്തിട്ടപ്പോഴാണ് PDF ഇട്ടാലും PDF വരും. ഇതൊരു ടെസ്റ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അത് ക്യാൻസൽ ചെയ്ത് അതൊരു പേര് കൊടുത്ത് ഓക്കെ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എടുക്കാം. ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ള ടെസ്റ്റ് കിട്ടും. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത പവർ പോയിന്റ് അതിൻ്റെ അകത്ത് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിന്റിന്റെ അടുത്ത് ഓരോ പേജസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ ഈ കണ്ടന്റിന്റെ അകത്ത് പവർ പോയിന്റ് വന്നു. ഇനിയിപ്പോ ഒരു വീഡിയോ വന്നു. റാൻഡമായിട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ആണ്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലെങ്കിലും കാണിച്ച്. ഇതൊരു ഓഡിയോ വീഡിയോ വന്നു. പിന്നെ അവസാനം നിങ്ങൾ ഒരു ടെസ്റ്റും വന്നു. ഈ ടെസ്റ്റ് വാട്ട് ഇസ് എഡ്യൂക്കേഷൻ? ഡ്രോയിങ് ഔട്ട് എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ആരാ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദ. വ്യൂ റിസൾട്ട്സ്. ഇത് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാണ്. സബ്മിറ്റ് കൊടുക്കുക. രണ്ടും റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ദിസ് ഹൗ നിങ്ങൾക്ക് ഒരു ഈ കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഇത് വരുന്നത്. നമ്മൾ ക്ലാസ് അസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് സെലക്ട് എ ക്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത്. ഇതായിട്ട് അസൈൻ എ ക്ലാസ് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ട്. സോ ദിസ് ഇസ് ഹൗ യു പ്രിപ്പയർ ഈ കണ്ടന്റ്. അപ്പൊ ബ്ലൻഡ് സ്പേസിൽ പോവുക, സൈൻ അപ്പ് ചെയ്യുക, ആഡ് ന്യൂ കോഴ്സ് ചെയ്യുക. ആഡ് ന്യൂ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് ഒരു ഇത് വരും, പ്ലാറ്റ്ഫോം വരും, where you will be able to add any type of materials. ആ മെറ്റീരിയൽ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിടുക, ഡ്രാഗ് ചെയ്തിട്ട് പ്ലേ ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ കണ്ടന്റ് വുഡ് ബി റെഡി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പൊ നമ്മള് ഏകദേശം ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് ലേണിംഗ് ടൂൾസ് എല്ലാം തീർന്നു. ഇനിയിപ്പോ നമുക്ക് ഒരു ഇവാലുവേഷൻ ടൂളൂടെ മാത്രം പരിചയപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവാലുവേഷൻ ടൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതേവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി. ഇനിയിപ്പോ നമുക്ക് ഇതിനെ എങ്ങനെ ഓൺലൈനായിട്ട് അസസ് ചെയ്യാം, ഓൺലൈനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ടൂളൂടെ നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ഫ്ലെക്സി ക്വിസ് ഉണ്ട്, കഹൂട്ട് ഉണ്ട്, ക്വിസസ് ഉണ്ട്, ക്വിസ് മേക്കർ ഉണ്ട്, ടെസ്റ്റ് ക്രിയേറ്റർ ഉണ്ട്, ഗൂഗിൾ ഫോംസ് ഉണ്ട്. ഏത് വേണമെങ്കിലും വെച്ച് നമുക്ക് ക്വിസസ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാക്കാം. അതിനകത്ത് FlexiQuiz, FlexiQuiz.com, FlexiQuiz.com എന്ന ഉള്ള സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഞാൻ സൈൻ അപ്പ് ചെയ്തതുകൊണ്ട് ഐ ജസ്റ്റ് സൈൻ ഇൻ, ലോഗിൻ. ഇവിടെ ഈ ഡാഷ്ബോർഡിൽ വരുമ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്വിസസ് എല്ലാം ഇവിടെ കിടക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ക്രിയേറ്റ് ക്വിസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ക്വിസിന്റെ ടൈറ്റിൽ കൊടുക്കുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന
എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എന്നിട്ട് അത് ടൈറ്റിലാണ് യു ക്യാൻ ക്രിയേറ്റ് ക്വിസ്. ഓട്ടോമാറ്റിക്കലി ക്വിസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാനലിലേക്കാണ് നമ്മളെ ഈ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞ് ക്രിയേറ്റ് ക്വിസ് കൊടുക്കുമ്പോൾ പോകുന്നത്. ആ ഒരു പാനലിലേക്കായിരിക്കും നമ്മൾ അപ്പൊ നമ്മള് ക്വിസ് ക്രിയേറ്റിനുള്ള പാനലായി. ഇവിടെ നിങ്ങൾക്ക് ഐറ്റം കൊടുക്കാം. ക്വസ്റ്റ്യൻ വേണോ, മീഡിയ അതായത് ഇമേജസ് വേണോ, ഏത് രീതിയിലുള്ള ഇതും കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കാണത്തില്ല. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളതിനെ പറ്റി ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതിന് നമ്മൾ ഇവിടുന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത ഒരു ടെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എളുപ്പത്തിന് വേണ്ടിയാണ്, ടൈപ്പ് ചെയ്യുന്ന ടൈം കളയണ്ട എന്നുള്ള ഇതിലാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് വേണോ, സിംഗിൾ ചോയ്സ് വേണോ, പിക്ചർ ചോയ്സ് വേണോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വേണോ, മാച്ചിങ് ടെക്സ്റ്റ് വേണോ. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആൻസേഴ്സും അതുപോലെ പേസ്റ്റ് ചെയ്യുക. വിച്ച് സ്കൂൾ ഓഫ് ഫിലോസഫി എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റഡ് പ്രോജക്ട് മെത്തേഡ് ഏതാണ്? ഓക്കെ, അതിൻ്റെ അത് ആൻസർ റിയലിസം, പ്രാഗ്മാറ്റിസം, ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് 2 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ആഡ് ഓപ്ഷൻ കൊടുത്ത് 4 എണ്ണം ചെയ്തു. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് അതിന്റെ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തേക്കണം. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രോജക്ട് മെത്തേഡ് അഡ്വക്കേറ്റ് ചെയ്ത സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണ്? പ്രാഗ്മാറ്റിസം. ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. വീണ്ടും അടുത്ത ഐറ്റം ആഡ് ചെയ്യുക. അതും ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സിംഗിൾ ചോയ്സ് ആണോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണോ, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ ചോയ്സ് കൊടുത്ത് പോവുക. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രത്യേകത, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും താഴോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കോൺഫിഗർ ചെയ്യാം. അതായത് ടൈം ലിമിറ്റ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ 75 മിനിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ടൈം ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്നുള്ളത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പേജ് ക്രിയേറ്റ് ചെയ്താൽ പേജിന് ടൈം ലിമിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത പല ക്വിസിലും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഗൂഗിൾ ഫോംസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് റാൻഡമൈസ് ക്വസ്റ്റ്യൻ. റാൻഡമൈസ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓൺലൈൻ എക്സാമിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 4 പേര് അടുത്തിരുന്നാൽ പോലും 4 പേർക്കും വരുന്ന ക്വസ്റ്റ്യന്റെ ഓർഡർ വുഡ് ബി ഡിഫറെന്റ്. ഇപ്പം റിൻസിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരിക്കത്തില്ല പ്രമോദിനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രമോദിനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിരിക്കത്തില്ല റിൻസിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനിയും അഥവാ നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ വന്നാൽ പോലും ഓപ്ഷൻസിന്റെ ഓർഡർ വുഡ് ബി ഡിഫറെന്റ്. അതായത് പണ്ട് സ്കൂളിൽ ഇരുന്ന് 5ാമത്തെ ക്വസ്റ്റ്യന് 1ാമത്തെ ഉത്തരം കൈ കാണിച്ച് എഴുതിയത് ഇവിടെ നടക്കത്തില്ല. ഒരാൾ 5ാമത്തെ ക്വസ്റ്റ്യൻ 1 കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളുടെ ഓപ്ഷൻ വേറെ ആയിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ റാൻഡമൈസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും കോപ്പി അടിക്കാൻ, തൊട്ടടുത്ത് ഇരുത്തിയാൽ പോലും കോപ്പി അടിക്കാൻ ഒരു പ്രൊവിഷനും. യൂണിവേഴ്സിറ്റി ഓൺലൈൻ എക്സാമിനേഷൻ പറഞ്ഞപ്പോൾ അവരെ ചോദിച്ച ഒരു ചോദ്യമാണ്, സാറേ അടുത്തിരുന്ന് കോപ്പി അടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും ഉണ്ടാകും. എന്നുവെച്ചാൽ റാൻഡമൈസ് ക്വസ്റ്റ്യൻ റാൻഡമൈസ് ചെയ്യാം, ഓപ്ഷൻസ് റാൻഡമൈസ് ചെയ്യാം,
ടൈമും സെറ്റ് ചെയ്യാം. അപ്പൊ യാതൊരു കാരണം വെച്ചാൽ നിങ്ങളുടെ ടൈമിൽ തീർക്കാൻ നിങ്ങളുടെ ഇതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ സമയം കിട്ടത്തില്ല. ഇനി അഥവാ നോക്കിയാലും നിങ്ങൾ 20ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ആളുടെ 20 വെച്ച് ആൻസർ ചെയ്ത ഒരിക്കലും ഉത്തരം ക്ലിയർ ആവത്തില്ല. അപ്പൊ ദാറ്റ് ഇസ് ദ വേ യു ക്യാൻ റാൻഡമൈസ് ഇത്. അത് കഴിഞ്ഞ് ഓട്ടോ നമ്പർ ക്വസ്റ്റ്യൻസ് റാൻഡമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോ നമ്പർ കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്പർ ഇങ്ങനെ നമ്മൾ അടിച്ച നമ്പർ തന്നെ വരും. ഓട്ടോ നമ്പർ എന്ന് പറഞ്ഞാൽ റാൻഡമൈസ് ആയിട്ട് ഇത് മാറുമ്പോൾ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഇനി ഇതിന് വേറൊരു കാര്യം ചെയ്യാൻ നോക്കുന്നത്, ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ പെർ പേജ് ഒരു ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ അകത്ത് ചേഞ്ചസ് വരുത്താൻ നോക്കും. പിന്നെ മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്നുവെച്ചാൽ ഇതൊരു എക്സാം ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ഒരു അറ്റംപ്റ്റേ കൊടുക്കണം. ഇതൊരു എക്സസൈസ് ആയിട്ടാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണെങ്കിൽ എനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമുക്ക് കൊടുക്കാം. എക്സാം ആണെങ്കിൽ ഒറ്റ റിസൾട്ട് മതി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഷെഡ്യൂൾ ചെയ്യാം എന്ന് ഏത് സമയത്ത്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം നാളെ 12 മണിക്ക് ഒരു പ്രോഗ്രാം, വേറെ പ്രോഗ്രാം ഉണ്ട്. എന്റെ സ്റ്റുഡൻസിന് 12 മണിക്ക് എക്സാം നടത്തണം. അവരെ വെറുതെ ഇരുത്താൻ ഒക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, നാളത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് 12 മണി എന്നുള്ളത് സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാമെങ്കിൽ നാളെ കറക്റ്റ് 12 മണി ആകുമ്പോൾ ആ ലിങ്ക് ഓപ്പൺ. അത് ക്ലോസ് ചെയ്യുന്ന സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് എന്തെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ ടെസ്റ്റിലേക്ക് നമുക്ക് കയറാന് നോക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് വൈ നമുക്ക് എല്ലാവിധ റെസ്ട്രിക്ഷൻസോടുകൂടി നമുക്ക് ഇതിനെ ഇത് ചെയ്യാന് ഒക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 1-2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അലൗ എഡിറ്റ് കമാൻഡ്സ്. ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ, അതായത് കട്ട് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്യാൻ പാടില്ല, പേസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രിന്റ് ചെയ്യാൻ പാടില്ല, റൈറ്റ് ക്ലിക്ക് പാടില്ല. ഇത്രയും പാടില്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ഒക്കത്തില്ല ഈ ക്വസ്റ്റ്യൻ. റൈറ്റ് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ഇതിലേക്ക് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ ടെസ്റ്റ് എടുക്കുന്നിടത്തോളം സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഓൺലൈൻ ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഗൂഗിളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉത്തരം എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഇത് ഇത്രയും അങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റ് തീരുന്നിടം വരെ നിങ്ങളുടെ മൗസേല് ആകെ ഒരു ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക് മാത്രമേ വർക്ക് ആവൂ. സോ ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ റെസ്ട്രിക്ട് ദിസ്. പിന്നെ അലോ പ്രീവിയസ് പേജ് നാവിഗേഷൻ. അത് നമ്മൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് വേണമെങ്കിൽ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പക്ഷെ ഒരു ട്രൂ എക്സാമിലാണെങ്കിൽ നമ്മൾ അലോ ചെയ്യത്തില്ല. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതി കഴിഞ്ഞാൽ തീർന്നു. അടുത്ത 2ാമത്തേലോട്ട് പോവാ. തിരിച്ചു വരുന്ന ചില അപ്പുറത്ത് നോക്കി ഉത്തരം കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാന് ഒക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ കൺഫേം ബിഫോർ സബ്മിറ്റ്. ഇത് വേണേലും ഒന്ന് കൊടുത്തേക്കണം. അറിയാതെ സബ്മിറ്റ് ഞെക്കി പോകാതിരിക്കാൻ. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ അറിയാതെ സബ്മിറ്റ് ഞെക്കി പോയാൽ അവർക്ക് ഒരു ഓപ്ഷൻ ഇതിന്റെ അകത്തുനിന്ന് കിട്ടും. അപ്പൊ ദിസ് ഹൗ യു ക്യാൻ സെറ്റ് എ ക്വസ്റ്റ്യൻ. ആ രീതിയിലായിരിക്കും അതിന്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ പബ്ലിഷ് അടുത്ത ഇതിലേക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പബ്ലിഷ് ക്വിസ് കൊടുക്കുക. പബ്ലിഷ് ക്വിസ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈം ലിമിറ്റ് ഒന്നും നമ്മളിവിടെ സെലക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു URL വരും. ആ URL കുട്ടികൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനാലിസിസിൽ ആ സാധനം മൊത്തം വരും. ഇതിപ്പോ നമ്മൾ ആ ടെസ്റ്റ് നിങ്ങൾ ആരും ചെയ്തിട്ടില്ല, ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അതിന്റെ അനാലിസിസ് എടുത്താൽ അത് പറ്റും. അത് എന്താ വരാന്ന് വെച്ചാൽ ഇത്രയും സാധനം ഇൻ ഡിസൈൻ ആണ്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് പബ്ലിഷ് ചെയ്തൊരു ഇതാണ്. അതിന്റെ അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ചെയ്തതും ഏതൊക്കെ മാർക്ക്, എത്ര മാർക്ക്, ഇതിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഓരോ കുട്ടികളും ആരൊക്കെയാണ്, ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ്, എത്ര മാർക്കാണ്, എക്സലന്റ് ആണോ ഗുഡ് ആണോ, ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പം നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട, ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അങ്ങ് ഇരുന്നാൽ മതി. നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യാൻ പോണ്ട. ആൻസർ നമ്മുടെ ഇമെയിലിലേക്ക് വരും. സ്റ്റുഡൻസിന് അവരുടെ ഇമെയിലിലേക്ക് അതിന്റെ ഇത് പോവുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ ക്രിയേറ്റ് എ ഓൺലൈൻ ക്വിസ് യൂസിങ് ഫ്ലെക്സി ക്വിസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പൊ ദിസ് ഇസ് എ വേ യു വിൽ ബി ഏബിൾ ടു ഡു ദീസ് തിങ്സ്. അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ഈ കണ്ടന്റ് പഠിച്ചു,
ഗൂഗിൾ ടൂൾസ് പഠിച്ചു, ഓരോന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ഏറ്റവും അവസാനം കുട്ടികളെ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചു. അപ്പം ഗൂഗിൾ ഫോംസും സെയിം ആണ്. ഗൂഗിൾ ഫോംസും നിങ്ങൾക്ക് എല്ലാ റിസൾട്ട്സും നിങ്ങളുടെ കയ്യിൽ അതുപോലെ വരും. So that is how you can do your this. So I hope you understood. And I guess it was useful to you. Think if you want, you can ask questions. Any questions on the Angular, you can do that. Wait a minute, I have a problem with my. Hello. Hello, കേൾക്കുന്നുണ്ട്. Sorry, I think. Wait a minute. Hello. Hello, കേൾക്കുന്നുണ്ട് സർ. No, something is missing. Hello. Hello. ഒന്ന് പറയാം സാറേ. കേൾക്കുന്നുണ്ട്. ഹലോ. യെസ്. നമ്മുടെ ഇന്നത്തെ വെബിനാർ വളരെ നല്ല രീതിയിൽ ഡോക്ടർ ജോർജ് വർഗീസ് സാർ അവതരിപ്പിച്ചു. സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി നിതാ പാധ്യായെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ വെബിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൺലൈൻ ലേണിംഗ് ആൻഡ് അസസ്മെന്റ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് സർ ജോർജ് വർഗീസ് സർ എടുത്തത്. ഈ വെബിനാറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെറും തിയറി മാത്രമല്ലാതെ സാർ ഒരു പ്രാക്ടിക്കൽ ബേസിലാണ് ക്ലാസ് കൊണ്ടുപോയത്. അത് മാത്രമല്ല, നമുക്ക് ഈ തേർഡ് സെമ്മിൽ ചെയ്യാനുള്ള ഈ കണ്ടന്റ് മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ പ്രൊഫൈലൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സാർ നമുക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം നമുക്ക് ഇനി നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപയോഗം വരുന്നതാണ്. മാത്രമല്ല, സാർ നമുക്ക് ഷെയർ ചെയ്തെന്ന ഓരോ കാര്യവും നമുക്ക് വരുന്ന നമ്മുടെ സ്റ്റഡീസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ടെക്നോളജിയുടെ ബേസിക്സ് അറിയാമെങ്കിൽ പോലും ഏത് സൈറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു അറിവ് നമുക്കില്ലായിരുന്നു. പക്ഷെ ജോർജ് വർഗീസ് സാർ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വെബിനാർ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്ത് ജോർജ് വർഗീസ് സാറിന് എന്റെയും എന്റെ കോളേജിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അത് മാത്രമല്ല, ഇത്തരം ഒരു വെബിനാർ സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിൻസിപ്പൽ സുനിത് സാറിനും ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എന്റെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.